ഇന്ന് കേരളത്തിൽ PSC മെമ്പറാവാനും ദേവസ്വം ബോർഡ് മെമ്പറാവാനും വല്ലാത്ത തള്ള. ഹൈ റെക്കമെൻഡേഷനൊക്കെ വേണം. കാരണം എന്താ, രണ്ടിടത്തും നല്ല കമായിയാണ്. ഇവിടെ രണ്ടിടത്തും ഇരുന്നാൽ പെട്ടെന്ന് പണമുണ്ടാക്കാം. ക്ഷേത്രവിശ്വാസികളായ ഹിന്ദുക്കളോട് മന്ത്രയുടെ ഒരു ചോദ്യം: ഭഗവാന് ധനം ആവശ്യമുണ്ടോ? ദൈവത്തിന് പണം നൽകേണ്ടതുണ്ടോ എന്ന്. ഭഗവാന്റെ തിരുനടയിൽ നിന്ന് പ്രാർത്ഥിച്ചിട്ട് പോക്കറ്റിൽ നിന്ന് നാണയങ്ങളോ നോട്ടോ തലയ്ക്കൊഴിഞ്ഞ് ഭണ്ഡാരത്തിലിടുന്നത് കണ്ടിട്ടില്ലേ? അതെന്തിനാണ്? ഭഗവാന് നിങ്ങൾ അതാണോ നൽകേണ്ടത്? ആണോ? അല്ല. ഭഗവാന് വേണ്ടത് പണമോ സ്വർണമോ വജ്രമോ സഞ്ചരിക്കാൻ ജീപ്പോ കാറോ അല്ല. പകരം അചഞ്ചലമായ ഭക്തിയും ശുദ്ധമായ പൂജാദ്രവ്യങ്ങളുമാണ്. മുറ്റത്തെ മുല്ലയോ തുളസിക്കതിരോ എന്തായാലും ശുദ്ധിയോടെ ഭക്തിയോടെ ഭഗവാന് സമർപ്പിച്ചാൽ അദ്ദേഹം തൃപ്തനാകും. പണ്ടുകാലത്തൊക്കെ ചന്ദനം പോറ്റി എന്ന് കേൾക്കുമ്പോഴേ ഒരിതാ അല്ലേ? നമുക്ക് തന്ത്രി എന്ന് മാറ്റിപ്പിടിക്കുക. അപ്പോൾ തന്ത്രി ചന്ദനം കൈകളിലേക്ക് എറിഞ്ഞു തരിക ചെയ്യുക. ഓർമ്മയുണ്ടോ? ഒരുപക്ഷെ മുതിർന്നവർക്ക് അത് ഓർമ്മയുണ്ടാവും. എറി എന്ന് മാറിയാൽ ചന്ദനം തറയിലോ ദേഹത്തോ വീഴും. കയ്യിലിരിക്കുന്ന ചില്ലറ കോവിലിൻ്റെ നിലത്ത് വെച്ച് തൊഴുത് നമ്മൾ മടങ്ങും. കാലം മാറി. ഇന്ന് പ്രസാദം നൽകി പിരിവെടുക്കുവാൻ ചുറ്റമ്പലത്തിനുള്ളിൽ തന്നെ മേശയൊക്കെ ഇട്ട് തട്ടത്തിൽ ചെറുവാഴയിലയിൽ ചന്ദനവും അല്പം പുഷ്പവും ഒക്കെ വെച്ച് ഭക്തർക്ക് നൽകും. ചന്ദനം വാങ്ങിയതിന് ശേഷം എന്തേലും തട്ടത്തിൽ ഇട്ടില്ലാച്ചാൽ പുജ്ഞത്തിൽ ഒരു നോട്ടമുണ്ട്. കിടിലോസ്കി. അവിടെയും തീർന്നില്ല. പൂജാദ്രവ്യങ്ങൾ കൊണ്ടുപോയാൽ മാത്രം പോരാ, അത് സ്വയം കത്തിക്കുകയും വേണമെന്ന ഗതികേടിലാണ് ഓരോ ഭക്തരും ഇപ്പോൾ. അല്ലെങ്കിൽ അത് മറുവഴിയെ പകുതി വിലയ്ക്ക് അടുത്ത കടയിൽ വീണ്ടും വിൽപ്പനയ്ക്കെത്തും. അത്രയ്ക്ക് അപജയങ്ങളായ കാര്യങ്ങളാണ് നമ്മുടെ ആരാധനാലയങ്ങളിൽ നടക്കുന്നത്. അപ്പോൾ പിന്നെ നിങ്ങൾ കൊണ്ടു കൊടുക്കുന്ന വിലപിടിപ്പുള്ള വസ്തുക്കളുടെ കാര്യം പറയാനുണ്ടോ? സ്വാഹ. അടി മുതൽ മുടി വരെ അയ്യപ്പൻ്റെ ധനം അടിച്ചു മാറ്റിയതിനല്ല, അത് തുറന്നു പറഞ്ഞെഴുതിയ പാരഡിയാണ് ഈ നാട്ടിലെ പ്രശ്നം. അതാണ് കേരളത്തിൽ വലിയ ചർച്ച. പോലീസ്, കേസ്, പുക്കാറ്, അതിൻ്റെ പിന്നിലെ അജണ്ട മറ്റേതിൽ നിന്നോ ശ്രദ്ധ തിരിക്കാനായിരുന്നു. പക്ഷേ അതും കലങ്ങിയില്ല. 2019 ജനുവരി 2 വിശ്വാസികളുടെ നെഞ്ചിലൂടെ ചവിട്ടി ശബരിമലയിൽ ബിന്ദു അമ്മിണിമാരെയും കനകദുർഗമാരെയും ലിംഗസമത്വത്തിനായി ഇരുളിൻ്റെ മറവിൽ സമാധാനം കാത്തുസൂക്ഷിക്കേണ്ട കാക്കിയുടെ നിഴലിൽ അയ്യൻ്റെ തിരുനടയിൽ ചവിട്ടിക്കയറ്റി ഹിന്ദുവിൻ്റെ വിശ്വാസത്തെ കശാപ്പ് ചെയ്തവർ. ആ വിവാദങ്ങൾക്കിടയിൽ അയ്യപ്പൻ്റെ സ്വത്ത് മുഴുവൻ അടിച്ചു മാറ്റുകയായിരുന്നു. അത് ഹിന്ദുവിനോ ഹിന്ദുവിൻ്റെ വിശ്വാസങ്ങളിൽ മാത്രം ലിംഗസമത്വം അനുവദിച്ച കോടതിക്കോ അന്ന് മനസ്സിലായില്ല. ശതകോടികൾ വിലയുള്ള പുരാവസ്തു ശേഖരങ്ങൾ കടൽ കടന്നുപോയി. അതിൻ്റെ പാപപരിഹാരമായിട്ടല്ല അയ്യപ്പ സംഗമം നടത്തിയത്. ശതകോടികൾ വരുമാനമുള്ള ശബരിമലയെ കൂടുതൽ ഊറ്റാൻ പുതിയ പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കാൻ വേണ്ടിയായിരുന്നു. അതും ചീറ്റി.